നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫോണിൽ ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിൽ ആവശ്യപ്രകാരമാണ്, കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ, ഇത് കോഴിക്കോട് നിന്നാണേ എന്ന ചോദ്യമാണ് മറുതലയ്ക്കൽ നിന്നും കേട്ടത്. കുട്ടിയുടെ ശബ്ദത്തിൽ വന്ന ചോദ്യത്തോട് വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി എന്ന് തിരുത്തിയാണ് മന്ത്രി സംഭാഷണം തുടങ്ങിയത്. അവധിക്കാലത്തും ക്ലാസ് എടുക്കുന്നെന്ന പരാതിയായിരുന്നു കുട്ടി മന്ത്രിയോട് ബോധിപ്പിച്ചത്. മോന്റെ പേരെന്താ എന്ന് മന്ത്രി ചോദിച്ചു. മുഹമ്മദ് ഫർഹാൻ എന്ന് മറുപടി. കോഴിക്കോട് മേപ്പയ്യൂരിൽ നിന്ന് വിളിക്കുന്നതായി പറഞ്ഞ ഫർഹാന്റെ പരാതി കേട്ട മന്ത്രി എവിടെയാണ് ക്ലാസ് എടുക്കുന്നതെന്ന ചോദ്യം ഉന്നയിച്ചു. കീഴ്പയ്യൂർ AUUP സ്കൂളിലാണെന്ന് മറുപടി. അപ്പോഴേക്കും കുട്ടിയുടെ ഫോൺ വിളിയിൽ അമ്മയുടെ ഇടപെടൽ. കുറച്ച് സമയമേ ക്ലാസ് എടുക്കുന്നുള്ളൂ എന്നും USS ക്ലാസ് ആണെന്നും അമ്മയുടെ വിശദീകരണം. കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടു. സ്കൂളിൽ എൻ്റെ പേര് പറയരുതേ എന്ന് കുട്ടി മന്ത്രിയോട്. മോൻ്റെ പേര് പറയുന്ന പ്രശ്നമേ ഇല്ല, എന്നാൽ അവധി ദിവസങ്ങളിൽ ക്ലാസ് എടുക്കേണ്ട എന്ന് മന്ത്രി പറഞ്ഞതായി സ്കൂളിൽ പറയണമെന്നും മന്ത്രി പറഞ്ഞു. ഈ സമയം കളിക്കേണ്ട സമയമാണെന്നും എപ്പോഴും ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്നും കുട്ടിയുടെ അമ്മയോട് മന്ത്രി സൂചിപ്പിച്ചു. കുട്ടികൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയും കളിക്കേണ്ട സമയത്ത് കളിക്കുകയും വേണമെന്ന് ഓർമ്മിപ്പിച്ചാണ് മന്ത്രി കോൾ അവസാനിപ്പിച്ചത്. മന്ത്രിക്ക് താങ്ക്സ് പറഞ്ഞാണ് മുഹമ്മദ് ഫർഹാൻ കോൾ അവസാനിപ്പിച്ചത്. എന്തായാലും രസകരമായ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. കുട്ടിയുടെ പേര് പറയരുതെന്ന് കുട്ടി എടുത്തു പറഞ്ഞു, പക്ഷെ പേരടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കുഞ്ഞ് മുഹമ്മദ് ഫർഹാന്റെ ആ ഒരു പരാതി, എന്തായാലും മന്ത്രി ആ ഒരു പരാതിക്കൊരു ശാശ്വത പരിഹാരം ഒരുക്കി നൽകിയിരിക്കുകയാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കോർപ്പറേഷനിലെ ബസ് തർക്കത്തിൽ പ്രതികരിച്ച മന്ത്രി വി ശിവൻകുട്ടി. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ടെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. ബസ്സുകൾ നഗരപരിധിയിൽ മാത്രം ഓടിയാൽ മതിയെന്നും ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്നും മേയർ VV രാജേഷ് നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു വി ശിവൻകുട്ടി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനവിധി മാനിക്കുന്നു. പ്രതിപക്ഷം എന്ന നിലയിൽ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കും. പ്രധാനമന്ത്രി വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. തെരുവ് നായ ശല്യം ഒഴിവാക്കാനുള്ള നടപടി ആവശ്യപ്പെട്ട് മേയർ കത്ത് നൽകണം. ഇടതുമുന്നണി യോഗത്തിൽ PM ശ്രീയെക്കുറിച്ച് വിമർശനം ഉണ്ടായെന്ന വാർത്തകൾ വരുന്നത് എന്ത് അടിസ്ഥാനത്തിലെന്ന് അറിയില്ല. കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ടാണിത്. മുഖ്യമന്ത്രിക്കെതിരെ വലിയ വികാരമെന്നും ചില വാർത്തകൾ കണ്ടു. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വികാരവുമില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. ആരുടെയെങ്കിലും കുറവ് കൊണ്ടല്ല തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി. ഇത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയുള്ള പ്രചാരണമാണ്. കോൺഗ്രസ് RSSന്റെ റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറുകയാണ്. LDFനെ തോൽപ്പിക്കാൻ പച്ചയായ വോട്ട് കച്ചവടം നടത്തുകയാണ്. പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് ആരും BJPയിൽ പോയിട്ടില്ല എന്നും K മുരളീധരന്റെ വീട്ടിൽ നിന്നാണ് BJP കോൺഗ്രസ് പാലമെന്നും ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനമാണ് മന്ത്രി വി ശിവൻകുട്ടി ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.